ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പ് കറിയാട്ടോ. ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തേക്കുന്നത്. അത് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കണം. ഇതിന് ഒരു വിസിലൊക്കെ മതിയാകും. പിന്നെ ഏത് ടൈപ്പിലെ പരിപ്പ് എടുക്കുക കേട്ടോ, ഏതെടുത്താലും നല്ല ടേസ്റ്റിലായിട്ട് കിട്ടും. അപ്പോൾ ആ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിക്കാവൂ, അതിനാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം. അത് ആ എണ്ണയിലേക്ക് നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാൻ 2 മീഡിയം സവാള എടുത്തേക്കുന്നത്. ഇതിനത്രയൊക്കെ മതിയാവും കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് പൊതുവെ ഈ പരിപ്പ് കറി ഒന്നും ഇറങ്ങത്തില്ല, വെജിറ്റബിൾസ് പൊതുവെ ഇറങ്ങത്തില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മുതൽ ഇങ്ങനെ വെച്ചാൽ മതി, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുമ്പോഴത്തേക്കും ഈ സവാള പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ പരിപ്പ് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തക്കാളി. ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും ഈ കറിക്ക്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 സ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ കാശ്മീരി ചില്ലിക്ക് ഭയങ്കര കുത്തു സ്മെല്ലാണ്. അത് മാറുന്ന അവിടെ വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് പരിപ്പൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പരിപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഫുള്ളായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ മസാലയൊക്കെ കണ്ടോ, നല്ല കളറുണ്ട്. ഇനി ലാസ്റ്റായിട്ട് മല്ലിയില, ചോപ്പ് ചെയ്ത മല്ലിയില. ഇത് മസ്റ്റാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ജീരകമായിരിക്കും. അതുപോലെ തന്നെ ഫൈനലായിട്ട് ഇതിൽ കുറേ മല്ലിയില ഇടണം. മല്ലിയിലയാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിരിക്കും. പരിപ്പ് കറി ഒന്നും കൂട്ടാത്ത എൻ്റെ ഹസ്ബൻഡിനെ പോലുള്ള ചില ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പം അവർക്കൊക്കെ ഇതുപോലത്തെ പരിപ്പ് കറി വെച്ച് കൊടുത്താൽ അവർ നന്നായിട്ട് കൂട്ടിക്കോളും. പരിപ്പ് നല്ല സാധനമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്തുകയുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.